ഹായ് ഗായ്സ്, ലാസ്റ്റ് മിനി വ്ലോഗിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ജേണിയിലാണ്. സോ കാനഡയിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് കൺട്രി സൈഡിലൂടെയുള്ള ഒരു യാത്രയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ദ വ്യൂസ്, ദ റോഡ് ട്രിപ്പ്, എവറിത്തിങ്. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ബട്ട് എമ്മ സ്ലീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഈ കാഴ്ചകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ എത്തി. നമുക്ക് വേണ്ട ഒരു ബാസ്ക്കറ്റൊക്കെ സെലക്ട് ചെയ്തു. അവിടെ ആൾ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സ്ട്രോബെറീസൊക്കെ പിക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നല്ല സ്ട്രോബെറീസ് ആയിരുന്നു, പിന്നെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി വാടിയ പോലെ ഉണ്ടായിരുന്നു. ബട്ട് ടേസ്റ്റ് വാസ് വെരി യം. ചിലത് ഇത്തിരി പുളിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഫ്രഷ് ആയിട്ട് പിക്ക് ചെയ്തിട്ടുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിനുണ്ടായിരുന്നു. നല്ല റെഡ് സ്ട്രോബെറീസ് ആയിരുന്നു. നമുക്കിവിടെ സ്ട്രോബെറീസ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കാം. എത്ര ടൈം എടുത്ത് വേണമെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ആൻഡ് ഈ ബാസ്ക്കറ്റ് ഫുള്ളും നിറച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കുറേ സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ബാസ്ക്കറ്റ് ഫില്ല് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഇത്തിരി വീഡിയോസൊക്കെ എടുത്തു. മോളുമായിട്ട് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഏറെക്കുറെ നമ്മൾ വയറ് നിറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ബിക്കോസ് അത്രയും വെയിലായിരുന്നു. കാണുന്ന പോലെ ഒന്നുമല്ല, നമുക്ക് സഹിക്കാനായിട്ട് പറ്റാത്ത വെയിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത മിനി വ്ലോഗിൽ കാണാം. ബൈ.